സ്ക്രോൾ ചെയ്ത് പോലെ ഒരു നിമിഷം. എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. തമ്പ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെയുണ്ട്. എവിടെ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? മറ്റെവിടെയുമല്ല, നിങ്ങളുടെ സ്വന്തം ഏകൺ ചാനലിൽ. നമുക്കറിയാം, നമ്മളെല്ലാവരും എവിടെ 10ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. കൃത്യമായിട്ട് ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടെ മുന്നിൽ വെക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഓരോ ചെറിയ മിസ്റ്റേക്കും നമുക്ക് വലിയ ഒരു വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ ഒരു വർഷം വേണ്ടത്, അല്ലെ? എന്താണ് മുന്നിൽ കാണാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് ഏകൺ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് എന്ന് മാത്രം പറഞ്ഞ പോലെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ വേണം. നമുക്കറിയാം, നമ്മളുടെ ഏകൺ ചാനലിലെ എല്ലാ ടീച്ചേഴ്സും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. എക്സ്പീരിയൻസ് മാത്രമല്ല, എനർജറ്റിക്കും അതേപോലെ തന്നെ ടാലന്റഡുമായിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. നിങ്ങളെ ആടി പാടി പാട്ടുപാടി എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കഠിനമായ ടോപ്പിക്കിനെയും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതാണ് ഏകൺ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്കറിയാം, കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിലേ നമുക്ക് കൃത്യമായ രീതിയിൽ വളരെ ലളിതമായി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ ഏകൺ ചാനലിലൂടെ ഓരോ ലൈവ് ക്ലാസ്സുകളും ഓരോ കണ്ടന്റ് വീഡിയോസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. അത് സ്ലൈഡ് ആയിട്ടൊക്കെ നിങ്ങളെ കയ്യിലേക്ക് എത്തും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം, ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട്, അല്ലെ? അതിന് ഒരു 2-3 ആഴ്ച മുമ്പെങ്കിലും നമുക്ക് അതിന് മാനസികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടും എന്ത് ചെയ്യണം? നമുക്ക് അതിനോട് യോജിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പൊ അതിന് കൃത്യമായിട്ട് നിങ്ങളെ അരികിലേക്ക് സ്റ്റഡി പ്ലാനുമായിട്ട് ഏകൺ വരും. ഇതാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏകൺ നൽകുന്ന ഏറ്റവും മഹത്തായ സമ്മാനം, അല്ലെ? ഇനി അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് കാര്യമില്ല. അത് കൃത്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായ രീതിയിൽ അത് പരീക്ഷിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, പിന്നെ ഏകൺ തരുന്ന ക്വസ്റ്റ്യൻസുകൾ, ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. മാത്രമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മേക്കിങ്ങിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ടീച്ചേഴ്സുകളാണ്. നിങ്ങൾക്കറിയാം, പിന്നെ നമ്മുടെ SSLC അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ ഹൈസ്കൂൾ സെഷനുള്ള മുഴുവൻ ക്ലാസ്സുകളുടെയും ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന ആ ഒരു പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് അധ്യാപകന്മാർ നമ്മളെ ഏകൺ ചാനലിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അവർ നിങ്ങളോടായിട്ട് സംവദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ്, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത്, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോ ആഘോഷങ്ങളും, അല്ലെ? ഇപ്പൊ ഓണം വന്നാലും വിഷു വന്നാലും അതേപോലെ തന്നെ ക്രിസ്മസ് വന്നാലും ഒക്കെ നമ്മൾ അടിച്ചു പൊളിക്കും. പഠനത്തിനോടൊപ്പം തന്നെ എന്താണ്, എന്റർടൈൻമെന്റിനോടുകൂടി ഏകൺ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്? മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളോട് പറയാനുള്ളത്. അപ്പൊ ഈ വർഷം നമ്മൾ ആഘോഷമാക്കിയിട്ട് നമ്മൾ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആഘോഷം മാത്രമല്ല, അനുഭവിച്ചറിഞ്ഞ് ആഹ്ലാദിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുകളും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ പാക്കേജുമായിട്ടാണ് ഏകൺ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി ക്ലാസ്സുകളുമായിട്ട് ഏകൺ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.